ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ ചൂരൽമല മേഖലയിൽ വിവരിക്കാൻ കഴിയാത്ത ദുരന്തമാണ് ഉണ്ടായത്. ആ ദുരന്തമുണ്ടായ സന്ദർഭം മുതൽ ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. അവർക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒന്നിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ആവശ്യമായത്ര സഹായം നൽകേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകാൻ തയ്യാറായില്ല. ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ വന്നു. സൈന്യം വന്ന് പാലം പണിയുന്ന പണി വരെ അവർ ചെയ്തു. നല്ല നിലയിൽ അവർ ഇവിടെ സേവനമനുഷ്ഠിക്കേണ്ടായി. പക്ഷെ ഇതിനെല്ലാം കേന്ദ്രം കണക്ക് പറഞ്ഞ് കേരളത്തിൽ നിന്നും പണം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും ഒറ്റപ്പെട്ടുപോയ എല്ലാം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇവിടെ ഈ കൽപ്പറ്റ നഗരസഭയിൽ ഒരു പ്രത്യേക രീതി, ഇത് ചില സമയത്ത് കേരളത്തിലൊരു പുതിയ സംഭവമായിരിക്കും. ഒരു പ്രത്യേക ടൗൺഷിപ്പ്, താമസിക്കുന്ന കുടുംബങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള ടൗൺഷിപ്പ് ഇവിടെ ഏർപ്പെടുത്തുക എന്ന നിലയിലാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. കേരള ഗവൺമെൻറ് 750 കോടി രൂപ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ടൗൺഷിപ്പ് ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ കുടുംബങ്ങൾക്കും മതിയായ സംരക്ഷണം. ഇപ്പോൾ ഗവൺമെൻറ് അവസാനമായൊരു തീരുമാനമെടുത്തു. ഈ ദുരന്തത്തിന് വിധേയമായിട്ടുള്ള കുടുംബങ്ങളുടെ കടബാധ്യതകളെല്ലാം എഴുതിത്തള്ളാൻ കേരള ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും കേരള ഗവൺമെൻറ് ഈ ദുരന്തത്തിൽ പെട്ടുപോയ കുടുംബങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിവേഗം ഇതിൻ്റെ ജോലി തീർത്ത് ഓരോ കുടുംബത്തിനും വീട് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസാന ശ്രമത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആവശ്യമായത്ര തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നം, അങ്ങനെയുള്ള ചെറിയ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം സാധ്യമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തൊഴിലാളികളെ കളക്ട് ചെയ്ത് എത്തിക്കുന്നതിനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിവേഗം ഇത് ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ കെട്ടിട നിർമ്മാണത്തിൽ അവരാണ് ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. നല്ല നിലയിൽ ULCCയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അത്തരമൊരു ഏജൻസി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗവൺമെൻറ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരു പ്രശ്നം നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ദുരന്തമുണ്ടായ സമയത്ത് കോൺഗ്രസ് ഇവിടെ കുറേ വീടുകളേറ്റു. 100 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നവർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു 30 വീട് നൽകുമെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെയല്ല, വയനാട്ടിലുള്ള MLA അല്ല, പുറത്തുള്ളൊരു MLA ഇവിടെ ഇടപെട്ട് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകി. എത്ര ഫണ്ട് പിരിച്ചു? ഈ പിരിച്ച ഫണ്ട് ആർക്ക് നൽകി? കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടെവിടെ? രാഹുൽ ഗാന്ധി ഇവിടെ 100 വീട് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഈ ദുരന്ത ഭൂമിയിൽ വിഷമമനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വാഗ്ദാനം എവിടെ? അവരെവിടെയാണ് സഹായിച്ചത്? ആർക്കാണ് സഹായിച്ചത്? അനാവശ്യമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ഈ മഹത്തായ സംരംഭത്തെ വിലയിടിച്ച് കാണിക്കുക എന്നുള്ളതല്ലാതെ പ്രായോഗികമായ ഒരു സഹായ നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല
എന്നുള്ളതാണ് ഇതിൻ്റെ സ്ഥിതി. 2018 വിവരണാതീതമായ പ്രളയം, അതിൻ്റെ ഭാഗമായുള്ള ദുരന്തം, കാലാവസ്ഥാ മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഇതെല്ലാം കേരളത്തിലുണ്ടായല്ലോ. ആ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം 1000 വീട് ഈ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ സഹായിക്കുന്നതിന് നൽകുമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അന്ന് പ്രത്യേകം 100 വീട് അതിനുവേണ്ടിയും അനുവദിച്ചു. എവിടെ കോൺഗ്രസ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, വീട് നിർമ്മിച്ച് നൽകുന്നതിൽ അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളും നിലപാടുകളും എവിടെ? ആർക്കു വേണ്ടിയാണിത് പറയുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇതിൻ്റെ ശേഷിക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നൽകുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പിന്തുണ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നുണ്ട്. അത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാ നിലയിലും ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ പരിരക്ഷ, അവിടെ വിദ്യാഭ്യാസം, ചികിത്സ, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിനോദം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സാധിക്കത്തക്ക നിലയിലാണ് ഈ ടൗൺഷിപ്പ് ഇവിടെ ഉയരുന്നത്. ഈ ടൗൺഷിപ്പിൻ്റെ പൂർത്തീകരണത്തിന് എല്ലാവരുടെയും പിന്തുണ തുടർന്ന് നൽകണമെന്ന് അഭ്യർത്ഥിക്കാം.